വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇനിയുള്ള നിർമ്മാണം ഒറ്റഘട്ടമായി നടക്കും. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനി 20,000 കോടി നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് നേരത്തെ വിഭാവനം ചെയ്ത 2 മുതൽ 4 ഘട്ടം വരെയുള്ള പ്രവൃത്തികൾ ഒറ്റഘട്ടമായി നടക്കുക. പ്രവൃത്തി ആരംഭിക്കുന്നതിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതിയാണ് ലഭിക്കുവാനുള്ളത്. അതു സംബന്ധിച്ച കമ്മിറ്റി അംഗങ്ങളുടെ യോഗം കഴിഞ്ഞു. മാർച്ച് ആദ്യം അനുമതി ലഭ്യമാകുമെന്നാണ് സൂചന. അടുത്ത മാസം അവസാനമോ ഏപ്രിൽ ആദ്യവാരമോ 2ാം ഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപമാണ് വിഴിഞ്ഞത്ത് അദാനി കമ്പനി നടത്തുന്നത്. ഇതിലൂടെ 1200 മീറ്റർ ബെർത്ത്, 1 കിലോമീറ്റർ പുലിമുട്ട്, മൾട്ടി കാർഗോ ക്രൂയിസ് ഷിപ്പ് ടെർമിനൽ എന്നിവയാണ് ഇതിൽ പ്രധാനം. മൊത്തം കണ്ടെയ്നർ കൈകാര്യശേഷി പ്രതിവർഷം 45 ലക്ഷമായി ഉയരും. നിലവിൽ 10 ലക്ഷമാണ് കൈകാര്യശേഷി. 7 മാസത്തിനിടെ 3.5 ലക്ഷം കണ്ടെയ്നറുകൾ തുറമുഖം കൈകാര്യം ചെയ്തു. ഇതിൽ ജൂലൈ 11 മുതൽ ഡിസംബർ 2 വരെ ട്രയൽ റണ്ണായിരുന്നു. ഡിസംബർ 3 മുതലാണ് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ബാലരാമപുരം വിഴിഞ്ഞം റെയിൽവേ കണക്ടിവിറ്റി 2022 പൂർത്തീകരിക്കും. ദേശീയപാതയുമായി വിഴിഞ്ഞത്തെ ബന്ധിപ്പിക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ്. ഇവ രണ്ടും പൂർത്തിയാകുന്നതോടെ പ്രാദേശികമായി തുറമുഖം വലിയ സാധ്യതകൾ തുറക്കും.